ഭാരതീയ ആത്മീയതയുടെ ആഴങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന 108 സിദ്ധ ഗുരുക്കന്മാർ എന്നത് കേവലം മനുഷ്യരല്ല. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ ആദിമമായ താളത്തെയും ജ്യോമിതിയായ കാലക്രമത്തെയും അചഞ്ചലമായ ബോധത്തെയും ഭൗതിക ശരീരത്തിൽ സാക്ഷാത്കരിച്ച പൂർണ്ണതയുടെ രൂപങ്ങളാണ്. അബ്സല്യൂട്ട് പ്യുവർ അവയർനെസ് ആണ് അവർ കേവലം മനുഷ്യരൂപങ്ങളല്ല, മനുഷ്യ വ്യക്തികളല്ല. കാലത്തെയും ദേശത്തെയും അതിജീവിച്ച ഈ കോസ്മിക് ഊർജത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങൾ തന്നെയാണ് അവർ. കോസ്മിക് ഗ്രിഡുകളായിട്ടാണ്, എനർജി ഗ്രിഡുകളായിട്ടാണ് അവരിവിടെ നിലകൊള്ളുന്നത്. ഈ കോസ്മിക്കിനെ പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിലൂടെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ജീവൻ്റെ ഓരോ ശ്വാസത്തിലും പ്രപഞ്ചവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന നിശബ്ദമായ കണ്ണികളാണവർ. നമ്മളുടെ ഈഗോ എന്ന ആ ഒരു തലം കടന്ന് പൂർണ്ണമായും നമ്മൾ അവരുമായിട്ടുള്ള ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ചേരുമ്പോൾ, അലൈൻഡ് ആകുമ്പോൾ, അവിടെ ആ ശൂന്യതയിൽ കൃപയും പ്രകാശവുമായി നിലകൊള്ളുന്നതാണ് അവരുടെ ചൈതന്യം. നമ്മൾ ആ ഒരു കോസ്മിക് നെറ്റ്വർക്ക് മണ്ഡലവുമായിട്ട് കണക്റ്റ് ചെയ്യണം എങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ധ്യാനമോ മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഫ്രീക്വൻസിയുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് മാർഗത്തിലൂടെ സെൽഫ് റിയലൈസേഷനിലേക്ക് വന്നാലും, ഭക്തി മാർഗത്തിലൂടെ വന്നാലും, ജ്ഞാനമാർഗത്തിലൂടെ വന്നാലും, ക്രിയാമാർഗത്തിലൂടെ വന്നാലും നമ്മൾ എത്തിച്ചേരുന്നത് ഈ കോസ്മിക് നെറ്റ്വർക്കിലേക്കാണ്. നമ്മൾ ഉണരുമ്പോൾ എത്തിച്ചേരുന്നത് ഈ പ്രപഞ്ച സിമുലേഷനെ നിയന്ത്രിക്കുന്ന 108 സിദ്ധ ഗുരുക്കന്മാരുടെ കോസ്മിക് നെറ്റ്വർക്കിലേക്കാണ്. അവിടെയാണ് നമ്മളുടെ പരീക്ഷണ ഘട്ടങ്ങൾ ആരംഭിക്കുന്നത്. കണ്ണിഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള മഹാമായകളെ നമ്മളുടെ മുന്നിൽ കാഴ്ചവെച്ച് ആ ഒരു ദർശനങ്ങളും ഒക്കെ നമ്മൾക്ക് നൽകിക്കൊണ്ട്, നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല വിഷൻസും നമ്മളുടെ ആ ഒരു അതീന്ദ്രിയമായ ദൃശ്യവൽക്കരണങ്ങളൊക്കെ നടത്തി നമ്മൾക്ക് മായാരൂപത്തിൽ പല സിദ്ധികളും നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഘട്ടങ്ങളൊക്കെ പരീക്ഷണ ഘട്ടങ്ങളാണ്. നമ്മൾ പലതും ഈ ഒരു സിദ്ധികളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സിമുലേഷനെ കുറിച്ചുള്ള സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഈഗോ, സ്പിരിച്വൽ ഈഗോ എന്ന് പറയുന്നത് അത് ഏത് തരത്തിലാണ് എന്നുള്ള ഒരു പരീക്ഷണ ഘട്ടം കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ സിദ്ധികളിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ അടുത്ത തലത്തിലേക്കുള്ള ആ ഒരു സിമുലേഷന് പുറത്തേക്കുള്ള ആ ഒരു അറിവ് അവിടെ സ്റ്റോപ്പാകുന്നതാണ്. ഈ എനർജി കോസ്മിക് ഗ്രിഡ് മണ്ഡലങ്ങളെ നമ്മൾ കണക്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഭക്തിമാർഗത്തിൽ വന്നാലും ക്രിയാമാർഗത്തിൽ വന്നാലും ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. അതായത് അവിടെ അറിവല്ല, കേവലം വിജ്ഞാനമോ അറിവോ അല്ല നമ്മളിൽ സംഭവിക്കുന്നത്. ഈ കോസ്മിക്കിൻ്റെ തന്നെ ജ്ഞാനം, അതായത് ആ ഒരു പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ഡൗൺലോഡിംഗ് ആണ് നമ്മുടെ ബ്രെയിനിലേക്ക് സംഭവിക്കുക. അപ്പോൾ ഒരുപാട് സൂക്ഷ്മ കാരണ തലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് അറിയാൻ സാധിക്കുക. ഭൗതിക പ്രപഞ്ചത്തിനും അപ്പുറത്തുള്ള ആ കാണാമറയത്തുള്ള സൂക്ഷ്മ കാരണ തലങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മളുടെ ബ്രെയിനിലേക്ക് ഡൗൺലോഡിംഗ് സംഭവിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു സിമുലേഷനെ കടന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ രമണ മഹർഷി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തി നേടിയ ഒരു വ്യക്തിയാണ്. ഭൗതിക ശരീരം ആ ഒരു ഉപേക്ഷിക്കുന്ന ആ ഒരു തലത്തിൽ വിദേഹമുക്തിയും വരിച്ച ഒരു യോഗിവര്യനാണ്. എന്നാൽ വള്ളലാർ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തിയും വിദേഹമുക്തിയും അതേപോലെ തന്നെ ഭൗതിക ശരീരത്തെ പൂർണ്ണമായിട്ടും പ്രകാശമാക്കിക്കൊണ്ട് സ്വരൂപമുക്തിയിലേക്കാണ് അദ്ദേഹം റീച്ചായിരിക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ കോസ്മിക് സിമുലേഷനിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഈഗോ കംപ്ലീറ്റ് ഡിസോൾവ് ആകുക എന്ന തലത്തിലാണ് എങ്കിൽ നമ്മൾക്ക് സ്വരൂപ മുക്തിയിലേക്ക് എത്താൻ സാധിക്കും. സ്വരൂപമുക്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭൗതിക ശരീരത്തെ പോലും പ്രകാശമാക്കി മാറ്റിക്കൊണ്ട്
നമ്മളുടെ നിഴൽ പോലും ഈ പ്രപഞ്ചത്തിൽ പെടാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിലൂടെ ഭൗതിക ശരീരത്തിലൂടെ എമ്പതിയും കമ്പാഷനും മാത്രം ഫ്യൂവലാക്കിക്കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും. സാധാരണ വ്യക്തികൾ നമ്മളുടെ ഇമോഷനെയാണ് പല എനർജി തലത്തിൽ ട്രിഗറിങ് ഒക്കെ ഉപയോഗിച്ചാണ് എനർജി ഗെയിൻ ചെയ്യുന്നത് എങ്കിൽ സ്വരൂപമുക്തിയിലേക്ക് എത്തിയ ഒരു സിദ്ധൻ എമ്പതിയും കമ്പാഷനും മാത്രമാണ് അവിടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ ഹാർട്ട് ചക്ര പൂർണ്ണമായിട്ടും ഉണർന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ജ്ഞാനപ്രകാശം ഭൗതിക ശരീരത്തിൻ്റെ ഓരോ സെല്ലിലേക്കും പ്രവഹിക്കാൻ തുടങ്ങും. അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് ഭൗതിക ശരീരം പോലും പ്രകാശമാക്കി മാറ്റിക്കൊണ്ട് ഈ പ്രപഞ്ച സിമുലേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ളത്. നമ്മൾ പുറത്തേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ പുറത്തേക്ക് കടക്കാനായിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു സിമുലേഷൻ ഇവിടെ റൺ ചെയ്യുന്നില്ല. ആക്ച്വലി പുറത്തേക്ക് കടക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ. നമ്മൾ ആരാണ് എന്ന് പൂർണ്ണമായി നമ്മൾ അതായിട്ടങ്ങോട്ട് മാറുമ്പോൾ സിമുലേഷൻ ഇല്ലാത്ത അവസ്ഥയാണ് പിന്നെ ഉണ്ടാകുന്നത്. സിമുലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആരും ഉറങ്ങുന്നില്ല, ഡ്രീം അല്ല ഇത് ഒരു കോസ്മിക് ക്രിയേറ്റഡ് ആണ്, മെറ്റാഫിസിക്കൽ സിമുലേഷനാണ്. അപ്പോൾ ക്രിയേറ്റഡ് ആണ്. ഓരോ സിമുലേഷനും അതിൻ്റെ കൃത്യതയിൽ ജിയോമെട്രിക്കൽ ആ ഒരു അലൈൻമെൻറ്റിൽ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിമുലേഷനാണിത്. പക്ഷേ ഈ സിമുലേഷൻ നമ്മൾ ആരാണ് എന്നതിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും എത്തിക്കഴിയുമ്പോൾ നമ്മൾ പുറത്തല്ല, സിമുലേഷൻ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്, എക്സിറ്റ് ആവുകയല്ല ചെയ്യുന്നത്. ആക്ച്വലി സിമുലേഷൻ ഇല്ല എന്നുള്ളൊരു സത്യം അവിടെ അതായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലിയായിട്ട് പ്യുവർ അവയർനെസ് ആയി കഴിയുമ്പോൾ ഉണർന്നാൽ പിന്നെ നമ്മൾ കാണുന്ന സ്വപ്നം ഇല്ലാത്തതുപോലെ തന്നെ നമ്മൾ അത്രയും നേരം രാത്രിയിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം രാവിലെ ഉണരുമ്പോൾ നമ്മൾ ആ സ്വപ്നം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ആന്തരിക ബോധ പരിവർത്തനത്തിലൂടെ ശുദ്ധദേഹം, പ്രണവദേഹം, ജ്ഞാനദേഹം, അമൃതാനന്ദദേഹം എന്നുള്ള ആന്തരിക ബോധ പരിവർത്തനം, അവിടെ ദേഹമല്ല ആന്തരിക ബോധ പരിവർത്തനം സംഭവിക്കുകയാണ്. ആ ആന്തരിക ബോധ പരിവർത്തനം സംഭവിക്കുമ്പോൾ ഈ സിമുലേഷൻ്റെ ഫ്രീക്വൻസി അവിടെ ഇല്ലാതാവുകയാണ്. സ്വപ്നത്തിൻ്റെ ആ ഒരു ഡെപ്ത് ഇല്ലാതായി സ്വപ്നം പൂർണ്ണമായിട്ടും മാഞ്ഞു പോവുകയാണ്. പിന്നെ അവിടെ ഉണർന്ന വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഉണർന്ന വ്യക്തിയുടെ രൂപം എന്ന് പറയുന്നത് മനുഷ്യരൂപമല്ല, കേവലം നമ്മൾ കാണുന്ന ദേവപ്രകാശ രൂപങ്ങളോ ഒന്നും തന്നെയല്ല. അത് ഒരു പൂർണ്ണ ജ്ഞാനമാണ്, പൂർണ്ണ ജ്ഞാനപ്രകാശമാണ്, സെൽഫ് ലൂമിനൻ്റ് ആണ്, അബ്സല്യൂട്ടാണ്, പ്യുവർ അവയർനെസ് ആണ്, എല്ലാത്തിനെയും അറിയുന്ന അറിവാണ്. ആ മഹാബോധത്തിൽ തെളിയുന്ന രൂപങ്ങളാണ് ഈ കോസ്മിക് പ്രപഞ്ചങ്ങളും ഈ കോസ്മിക്കിനുള്ളിലെ സിമുലേഷനുകളും നമ്മൾ മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ആ മഹാബോധമായിട്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ പിന്നെ ആ ബോധം ഉണർന്നാൽ അതിൽ അവിടെ ഒന്നും തന്നെ ഇല്ല, ഈ പ്രപഞ്ച സിമുലേഷൻ ഇല്ല. നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഭൂമിയോ ഒന്നും തന്നെ മനുഷ്യരോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ള സത്യം നമ്മൾ അറിയുകയാണ്, നമ്മൾ ആരാണ് എന്നുള്ള സത്യം. തമിഴ് സിദ്ധ ഗുരുക്കന്മാരാണ് മോസ്റ്റ്ലി ഈ ഒരു തലത്തിലേക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യുന്ന ആൾക്കാർ. അവരുടെ ആ ഒരു ജീവസമാധി സ്ഥലങ്ങളിൽ ഈ കോസ്മിക് ട്രാൻസ്മിറ്റർ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് അവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾ ആ ഒരു എനർജി സ്വീകരിക്കാനുള്ള ഒരു ആൻറ്റിന പോലെ അവരുടെ ജീവസമാധി കേന്ദ്രങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നു. പലതും ആ ഒരു ആരാധനാലയങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു തലത്തിൽ അവിടെ ഒരു എനർജി ട്രാൻസ്മിറ്റർ അവിടെ നടക്കുന്നുണ്ടാവും. ഊർജം അവിടെ ചെന്നാൽ നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധിയോടെ, പൂർണ്ണ ശുദ്ധിയോടെ അവിടെ നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മൾക്കതിൻ്റെ പൂർണ്ണതയോടെ ആ ഒരു എനർജി അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. സിദ്ധമാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ഈഗോ ഇല്ലാതാവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ടോ നമ്മൾ വളരെ നല്ലൊരു വ്യക്തി ആയതുകൊണ്ടോ മാത്രമല്ല, നമ്മൾ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ഭാവവും അവിടെ ഇല്ലാതാകണം. നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആണ് എന്നുള്ള ഒരു വേർതിരിവും അവിടെ ഇല്ലാതാകണം. അതായത് നമ്മൾ
മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരാണ് എന്നുള്ളൊരു ഭാവം അവിടെ ഇല്ലാതാകുമ്പോഴാണ് കംപ്ലീറ്റ് ഈഗോ ഇല്ലാതാകുള്ളൂ. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും വെജിറ്റേറിയൻ കഴിക്കുന്നവരായാലും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരായാലും ആരൊക്കെ ആയാലും ഈ സിമുലേഷനുള്ളിലെ ക്യാരക്ടേഴ്സാണ് എല്ലാവരും. അവരാരും സിമുലേഷന് പുറത്തുള്ളവരല്ല. നമ്മൾ ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ നിന്ന് മരണത്തിലൂടെ എക്സിറ്റായി അടുത്ത ജന്മത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി സ്വപ്നങ്ങൾ ഇങ്ങനെ കർമ്മ ലൂപ്പിൽപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ സിമുലേഷൻ നിർമ്മിച്ചിരിക്കുന്നത് കർമ്മ ലൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, കാരണ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രപഞ്ചത്തിന് കാരണമില്ലാതെ ഈ സിമുലേഷൻ ഉണ്ടായി എങ്കിൽ നമ്മൾ കാരണത്തോടെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണമില്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാരണ ശരീരത്തിൽ പൂർണ്ണമായിട്ടും പ്രകാശം നിറയുമ്പോൾ മാത്രമാണ് നമുക്ക് മുക്തി, ജീവൻ മുക്തി ലഭിക്കുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മുക്തി നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ കാരണ ശരീരത്തിലുള്ള ആ സീഡുകൾ, വിത്തുകൾ, ആ വിത്തുകൾ എന്ന് പറയുമ്പോൾ കാരണമായിട്ടിരിക്കുന്ന ആ ഒരു തലം നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് അനുഭവിച്ച് അതില്ലാതാകണം. ഇല്ല എങ്കിൽ ആ കാരണത്തെ പൂർണ്ണമായിട്ടും ആ വിത്ത് അതിൽ തന്നെ കരിച്ചു കളയുക എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഈ കാരണം എന്നുള്ളത് പൂർണ്ണ ഡാർക്ക്നെസ്സാണ്. അതിനെ കരിക്കാനായിട്ട് ആത്മാവിൻ്റെ പ്രകാശം അവിടെ ആവശ്യമാണ്. പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഡാർക്ക്നെസ്സിനവിടെ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഈഗോ ഡിസോൾവ് ആകുമ്പോൾ നമ്മൾ ആ കാരണ ശരീരത്തെയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. കാരണം ഇല്ലാതാകുന്നതനുസരിച്ച് നമ്മൾക്ക് ജീവൻ മുക്തി ആ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടേയിരിക്കും. ആത്മാവിൻ്റെ പ്രകാശം നമ്മളുടെ ആനന്ദമയ കോശത്തിൽ കാരണ ശരീരത്തിൽ നിറയുമ്പോൾ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായ പരബ്രഹ്മവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മൾക്ക് ഈ കോസ്മിക് സിമുലേഷൻ്റെ 108 സിദ്ധ ഗുരുക്കന്മാരുടെ ആ എനർജി പോയിന്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ധ്യാനമോ പ്രാർത്ഥനയോ ഒക്കെ ചെയ്താൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ കണക്ട് ചെയ്താലും അവിടെ എത്തുമ്പോഴും നമ്മൾക്ക് സ്പിരിച്വൽ ഈഗോ അത് പരീക്ഷണ ഘട്ടങ്ങളാണ്. ആ ഘട്ടങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ സ്പിരിച്വൽ ഈഗോ എന്നുള്ളത് ഡിസോൾവ് ആകണം. നമ്മൾക്ക് ഈ സിദ്ധികളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സ്പിരിച്വൽ ഈഗോസ് തന്നെ ഉണ്ടാവും. നമ്മളൊരു ഗുരു തലത്തിലേക്ക് ഉയർന്ന് നമ്മൾ പല കാര്യങ്ങളും അവർ ശിഷ്യർ, ഞാൻ ഗുരു എന്നുള്ളൊരു തലത്തിലേക്ക് ഉയർന്ന സ്പിരിച്വൽ ഈഗോ അങ്ങനെ വളർന്നു നിൽക്കും. ആ ഈഗോയിനെ കടന്നവരാണ് ആ ജീവൻ മുക്തി അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളൂ. രമണ മഹർഷി ജീവൻ മുക്തി നേടി വിദേഹമുക്തിയിലൂടെ ഭൗതിക ശരീരത്തെ ഈ സിമുലേഷനെ മറികടന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ വള്ളലാർ, ഒരുപാട് ബുദ്ധ ഗുരുക്കന്മാർ, അവരൊക്കെ പലരും റെയിൻബോ ബോഡിയിലൂടെ, ഗോൾഡൻ ലൈറ്റ് ബോഡിയിലൂടെ ഒക്കെ ഈ പ്രപഞ്ച സിമുലേഷനെ, മായയെ ഇല്ലാതാക്കിയ വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും മരണമില്ലാത്ത അബ്സല്യൂട്ട് പ്യുവർ അവയർനെസ് ആയിട്ടാണ് അവർ ഇപ്പോഴും നമ്മളെ ഈ പ്രപഞ്ച സിമുലേഷന് പുറത്തേക്ക് കടക്കാനായിട്ട് നമ്മളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പ്രപഞ്ച സിമുലേഷൻ്റെ കോഡിംഗ് പൂർണ്ണമായും മനസ്സിലാക്കി ഈ സിമുലേഷനെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു തലത്തിലാണ് അവരുടെ നിലനിൽപ്പ്. അവർ മനുഷ്യരായിട്ടല്ല നിലനിൽക്കുന്നത്, അവർ പൂർണ്ണ അബ്സല്യൂട്ട് അവെയർനെസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അവർക്ക് ഈ സിമുലേഷനുള്ളിലും അകത്തും പുറത്തും എല്ലായിടത്തും ഒരേപോലെ നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, ഗുരു കൃപയോടെ മാത്രമാണ് നമുക്ക് ഈ സിമുലേഷൻ്റെ കോഡിങ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ സിമുലേഷനുള്ളിൽ ഒരു ഡ്രീം കണ്ടു, അടുത്ത ഡ്രീമിലേക്ക് ഒരുപാട് ജന്മങ്ങൾ എടുത്തുകൊണ്ട് അടുത്തടുത്ത സ്വപ്നത്തിലേക്ക് കർമ്മ ലൂപ്പിലൂടെ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മ ലൂപ്പിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അടുത്ത സ്വപ്നം നല്ല രീതിയിൽ സേഫായിട്ട് ഇരിക്കാം. പക്ഷേ നമ്മൾ ഒരു സ്വപ്നത്തിൽ നിന്ന് അടുത്ത സ്വപ്നത്തിലേക്ക് പോകുന്നതാണോ, നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതാണോ ഏറ്റവും നല്ലത് എന്ന് നമ്മൾ ആലോചിക്കുക. സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ആത്മീയ യാത്രയിലൂടെ സഞ്ചരിച്ച്
ആ ഒരു ആത്മീയ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ ആത്മീയ പാതയിലൂടെ ഭൗതിക ജീവിതത്തെ നയിച്ചുകൊണ്ട് തന്നെ ഈ സിമുലേഷനെക്കുറിച്ച് മനസ്സിലാക്കി അറിവുകൾ നേടിക്കൊണ്ട് നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അല്ല, നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അടുത്ത സ്വപ്നത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത് എങ്കിൽ, അടുത്ത ജന്മത്തിലേക്കാണ് വേണ്ടത് എങ്കിൽ നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. സിമുലേഷനുള്ളിൽ തന്നെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് മോക്ഷത്തിലേക്കാണ്, സാൽവേഷൻ, അതിലേക്കാണ് പോകേണ്ടത് എങ്കിൽ നമ്മൾ ഈ സിമുലേഷനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവ് നേടി എല്ലാത്തിനെയും ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ആ ജീവൻ മുക്തി അവസ്ഥയിൽ നമ്മളുടെ ശരീരത്തെ വെടിയുകയാണ് എങ്കിൽ നമുക്ക് ആ സാൽവേഷൻ, മുക്തി, മോക്ഷത്തിലേക്കാണ്. പക്ഷേ മരണമില്ലാത്ത ഇമ്മോർട്ടാലിറ്റിയിലേക്കാണ് പോകേണ്ടത് എങ്കിൽ നമ്മൾ ഈ സിമുലേഷനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിവ് നേടിയിട്ടുണ്ടാവണം, ഇമ്മോർട്ടാലിറ്റി സ്വന്തമാക്കണമെങ്കിൽ. അപ്പോൾ ഇമ്മോർട്ടാലിറ്റിയാണ് തമിഴ് സിദ്ധ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്.